നമസ്കാരം. മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് 2025 മെയ് മാസം 18 രാഹു കേതു രാശി മാറുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരാർത്ഥം നമ്മൾ എല്ലാ മാസവും അമ്പലത്തിൽ നടന്നു വരുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൂജ നടത്തുകയും ചെയ്യുകയാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനോടൊപ്പം എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്നുള്ളതും കൂടി അതിൽ രേഖപ്പെടുത്തുക. വിവാഹം നടക്കുന്നില്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ വിവാഹമൊന്നും, ജോലിയുടെ പ്രശ്നമാണെങ്കിൽ അങ്ങനെ, വിദ്യാഭ്യാസമാണെങ്കിൽ അങ്ങനെ, എന്താണെന്നുള്ളത് കൃത്യമായ രീതിയിൽ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. ഈ ഒരു വർഷം രാഹു കേതു രാശി മാറുമ്പോൾ മിഥുനം രാശിയിൽ ഉൾപ്പെട്ട് വരുന്നവർക്ക് അതിൻ്റേതായ ഗുണപരമായ അനുഭവങ്ങൾ വരുന്നില്ല, ദോഷഫലങ്ങളാണ് കൂടുതലും ജീവിതത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം വ്യക്തമായി ഒന്ന് പരിശോധിക്കുകയും ജാതകത്തിൽ രാഹുവും കേതുവും ഏത് ഭാവങ്ങളിലാണ് നിൽക്കുന്നത്, നീചത്തിലാണോ, നമുക്ക് ഗുണപരമായ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുമോ, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റേതായ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ കൃത്യമായും നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു കേതുവിൻ്റെ മാറ്റം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ധൈര്യം കൂടുതലായി ഉണ്ടാകും. എനിക്ക് ആത്മവിശ്വാസം കൂടുതലാണെന്ന് പറയുകയും എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുകയും എന്നാൽ അതെല്ലാം വലിയ രീതിയിലുള്ള അബദ്ധങ്ങളാകുകയും ചെയ്യുന്നതാണ് ഇവിടെ കൂടുതലായും കാണുവാൻ സാധിക്കുന്നത്. എടുത്തുചാട്ടം വളരെ കൂടുതലായിരിക്കും. അതിനോടൊപ്പമുള്ള സംസാരവും നിയന്ത്രിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള നിങ്ങളുടെ സംസാരവും കൂടി ആകുമ്പോഴേക്കും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പോയി അകപ്പെടുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വളരെയധികം ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. അല്ലാത്ത പക്ഷം ജീവിതത്തിൽ വളരെ കൂടുതൽ പ്രശ്നങ്ങൾ വന്ന് ഭവിക്കേണ്ടി വരും. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് ഇടയിൽ നമ്മൾ പോയി നമ്മുടെ അഭിപ്രായങ്ങൾ പറയുകയും ഒരാളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് നമ്മളോട് ദേഷ്യമുണ്ടാകുകയും നമ്മുടെ ശത്രുവായി നിസ്സാരമായി ഒരു കാര്യവുമില്ലാതെ നമ്മുടെ ശത്രുത ഉണ്ടാകുകയും അയാൾ നമ്മളെക്കുറിച്ച് നെഗറ്റീവായി പറയുകയും നമ്മുടെ കർമ്മരംഗത്തോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തോ ഏത് മേഖലയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ആ സ്ഥലങ്ങളിലെല്ലാം നമുക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതായി കാണാം. അപ്പോൾ നിങ്ങൾക്ക് എടുത്തുചാട്ടം വളരെ കൂടുതലാണ് ഈ ഒരു സമയം. അതെല്ലാം വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. ദുർബുദ്ധി, പിടിവാശി ഇവയെല്ലാം കൂടുതലായി കാണുക. ഒരു കാര്യത്തിന് വിട്ടുവീഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഞാനാണ് വലുതെന്നും അല്ലെങ്കിൽ എന്നെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ, ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കണം, ഞാൻ പറയുന്നത് കൃത്യമായി കേൾക്കുക, ഞാൻ പറയുന്നത് എന്താണോ അത് തന്നെയാണ് ശരി, മറ്റൊന്നും ശരിയല്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയും പ്രവൃത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വളരെ മോശമായ അവസ്ഥയിലോട്ട്, നെഗറ്റീവായ ചിന്താഗതിയിലോട്ട് പോവുകയും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുക. കൂടാതെ നിങ്ങളുടെ സഹോദരനിൽ നിന്നുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ അവ ഒരിക്കലും ലഭിക്കുവാൻ പോകുന്നില്ല. ഈ ഒരു സമയം അതിനുള്ള തടസ്സങ്ങളാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സഹോദരനിൽ നിന്നുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സഹായം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ഷെയറിൽ നിന്ന് ഒരുമിച്ച് നിങ്ങൾ സംസാരിച്ച് പ്രശ്നം തീർക്കാമെന്ന് വിചാരിച്ചാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ ആ ഒരു എടുത്തുചാട്ടവും സംസാരവും അതുപോലെ തന്നെയായിരിക്കും നമ്മളുടെ തിരിച്ചുള്ള പെരുമാറ്റവും. അങ്ങനെ കുടുംബത്തിനുള്ളിൽ സഹോദരങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പരാക്രമശീലങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്തുചാടിയുള്ള പ്രവൃത്തിയും സംസാരവും എല്ലാം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോഴേക്കും ഈ ചെവി സംബന്ധമായ അസുഖങ്ങളോ അല്ലെങ്കിൽ കഴുത്തിന് മുകളിലോട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. വളരെയധികം സൂക്ഷിക്കുക. ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ സമയത്ത് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഏറെ ഉത്തമം. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ പൂജിക്കുക. ഭഗവാന്റെ വെള്ളിയാഴ്ച ദിവസങ്ങളിലെല്ലാം ഭഗവാന് നാളികേരം ഉടയ്ക്കുകയോ
അല്ലെങ്കിൽ പുഷ്പാഞ്ജലി അർപ്പിക്കുകയോ പക്കന്നാൾ വരുമ്പോഴേക്കും ഗണപതി ഹോമം നടത്തുകയോ കറുകമാല ചാർത്തുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുവാൻ വേണ്ടി ഈ പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നമുക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന ഭാഗ്യാനുഭവങ്ങൾ അതിന് തടസ്സം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ കിട്ടാതെ അതെല്ലാം മാറ്റിവെക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അത് നേടിയെടുക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെയാണ് ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവർക്ക് നമ്മളോട് ദയ ഉണ്ടായിരിക്കും, അതെല്ലാം ശരിയാക്കി തരും എന്നെല്ലാം വിചാരിക്കും. എന്നാൽ അങ്ങനെ ഒന്നും നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ പരിഹരിക്കണം, അതിൻ്റെ ദോഷങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കുക എന്ന് ചെയ്യേണ്ടി വരും. പിതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി ധനം ചിലവാക്കേണ്ടി വരികയും പിതാവിനെ വേണ്ടി സമയം നമ്മൾ ചിലവാക്കേണ്ടി വരികയും പിതാവിനെ സംരക്ഷിക്കേണ്ടി വരിക, പിതാവിൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കേണ്ടി വരിക, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ജീവിതത്തിൽ, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധാപൂർവം സാമ്പത്തികമെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങളുടെ ഗുരുക്കന്മാരുടെയും മുതിർന്ന വ്യക്തികളുടെയും വാക്കുകൾ കൃത്യമായി കേട്ട് അതിനോടൊപ്പം ആ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഗുരുക്കന്മാർ, നമ്മൾ മുതിർന്ന വ്യക്തികൾ, ബന്ധുക്കൾ ഇവരെല്ലാം പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുകയും എടുത്തുചാട്ടം നിർത്തുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അപവാദങ്ങൾ കേൾക്കുവാൻ സാധ്യത കൂടുതലായി കാണുന്നതുകൊണ്ട് ജോലി ചെയ്യുന്ന വ്യക്തികൾ, പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ കൂടുതൽ ഫ്രണ്ട്ഷിപ്പായി പോകുന്ന വ്യക്തികൾ, ഇവരെല്ലാവരും ശ്രദ്ധിക്കുക. സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ അപവാദങ്ങൾ കേൾക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. സൂക്ഷിക്കുക. വളരെ സൂക്ഷ്മതയോടുകൂടി ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഇത്രയും കാലവും നേടിയെടുത്ത നിങ്ങളുടെ സൽപ്പേരിന് കളങ്കമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ആയില്യം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോവുകയും സർപ്പദൈവങ്ങൾ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ആയില്യ പൂജ നടത്തുകയോ അല്ലെങ്കിൽ നൂറും പാലും അർപ്പിക്കുകയോ ഭഗവാന്മാർക്ക് പാൽപ്പായസ വഴിപാട് അർപ്പിക്കുകയോ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയോ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അതിനോടൊപ്പം തന്നെയാണ് നമുക്ക് അഭിഷേകത്തിന് കൊടുക്കാം. പാലഭിഷേകം നടത്താം, ഇളനീരഭിഷേകം നടത്താം, പനിനീരഭിഷേകം നടത്താം, മഞ്ഞൾ അഭിഷേകം നടത്താം. ഭഗവാന് ഇഷ്ടമുള്ള അഭിഷേകങ്ങളും വഴിപാടുകളും പൂജയും എല്ലാം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടുന്നത് വളരെ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും ഉത്തമമായിരിക്കും. ദുർഗാദേവിയുടെ നടയിൽ നാരങ്ങ വിളക്ക് കത്തിക്കാം, നാരങ്ങ ഹാരം അർപ്പിക്കാം, ദേവിയുടെ അഷ്ടോത്തരമോ സഹസ്രനാമോ ഒക്കെ ജപിച്ച് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും നിങ്ങളുടെ തടസ്സങ്ങൾ മാറുകയും ചെയ്യും.